വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും പരസ്യപ്പോര് തുടർന്നു. സ്വാഭാവികം. ചില സമയങ്ങളിൽ ഇരുവരും പരസ്യപ്പോരിന് ഉപയോഗിച്ചത് ചരിത്രവും കഥയും കവിതകളുമൊക്കെയായിരുന്നു. 2009 നവകേരള മാർച്ചിന്റെ സമാപനം ശംഖുമുഖത്ത് നടക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർച്ചിന്റെ സ്വീകരണ കേന്ദ്രങ്ങളിലൊന്നും വി എസ് എത്തിയില്ല. അങ്ങനെ ശംഖുമുഖത്ത് നടന്ന നവകേരള മാർച്ചിന്റെ സമാപന വേദിയിൽ വെച്ച് ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട്, ഒരു ഉറുദു കവിത കഥയായി പറഞ്ഞുകൊണ്ട് പിണറായി വി എസിനെ ഒന്ന് തോണ്ടി. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഒരു കുട്ടി കടൽ കാണാൻ ചെന്ന് തെരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ്. നമ്മൾ ഇതേ മട്ട് തന്നെ, ഇതിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ, അങ്ങനെ ആർത്തലച്ച് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി, ഇങ്ങനെ അടിച്ചു വരികയല്ലേ തര. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു, ഇതിലെ ഇങ്ങ് കോരി വെള്ളം, അതിങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. അടിക്കുന്നില്ല, ഇത് തെര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തെരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി. പിന്നെ കുട്ടി കരച്ചിലായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ, തെരയാകാൻ പറ്റൂ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാപ്പ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാം ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കും. തള്ളു കാരണം പോരല്ലേ, ഫീസ് വരെ അടിച്ചു പോയി. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തി ഇല്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് വി എസ് അച്യുതാനന്ദൻ മറുപടി നൽകിയത് ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. ചരിത്രത്തിലെ ഒരു കഥ പറഞ്ഞുകൊണ്ടായിരുന്നു വി എസ് മറുപടി നൽകിയത്. അത് ഇങ്ങനെയായിരുന്നു. സോവിയറ്റ് യൂണിയൻ എന്ന മഹാസമുദ്രത്തിൽ നിന്ന് അതിശക്തമായ അലകൾ വീശി അടിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയെപ്പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് വഴി തുറന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗോർബച്ചേവുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി. പിന്നീട് അതിൽ നിന്ന് കോരുന്ന ബക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും. എന്നാൽ ലോകം ഇത് അതിജീവിക്കുവാനുള്ള മാർഗങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിലും മധ്യേഷ്യയിലും മറ്റും ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഗോർബച്ചേവുമാരുടെ ദുഷ്ചെയ്തികൾ കാരണം നമ്മുടെ സമുദ്രങ്ങളും വറ്റി വരളാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പുരോഗമന പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല.